ഹലോ ഗൈസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈജഷൻ ഓഫ് ഫുഡിനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന് ശേഷമുള്ള ടോപ്പിക്സ് ആണ്, അതായത് ഡീഗ്ലൂട്ടീഷൻ ഓഫ് ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ എന്താണ് ഡീഗ്ലൂട്ടീഷൻ ഓഫ് ഫുഡ്? ഡീഗ്ലൂട്ടീഷൻ മീൻസ് സ്വാലോയിങ്. സ്വാലോയിങ്ങിൻ്റെ ടെക്നിക്കൽ ടേം ആണ് ഡീഗ്ലൂട്ടീഷൻ. അപ്പം ഡീഗ്ലൂട്ടീഷൻ എന്ന് പറയുന്നത് ഒന്നും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അപ്പോൾ നമ്മളത് എഴുതി കഴിയുമ്പോൾ ടീച്ചേഴ്സ് ഒന്നുകൂടെ ഹാപ്പി ആവും എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ടെക്നിക്കൽ ടേംസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക, കൂടുതലായിട്ട് പഠിക്കുക. അപ്പം സ്വാലോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോളസ്, മൗത്തിലെ പ്രോസസ്സിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡിനെ വിളിക്കുന്നത് ബോളസ് എന്നാണ്. നമ്മുടെ ബോളസിനെ ടങ്ങിൻ്റെ സഹായത്തോടു കൂടെ നമ്മുടെ ബക്കൽ കാവിറ്റിയിൽ നിന്ന്, നമ്മുടെ മൗത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? നമ്മുടെ ഈസോഫാഗസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. സോ ഈസോഫാഗസിലോട്ട് ഡയറക്റ്റ് ആയിട്ടല്ല ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, നമ്മുടെ ഫാരിങ്സ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബോളസിനെ മൗത്തിൽ നിന്നും ഫാരിങ്സിലോട്ടും, ഫാരിങ്സിൽ നിന്ന് നമ്മുടെ ഈസോഫാഗസിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യും. അങ്ങനെ ഈസോഫാഗസിൽ എത്തുന്ന ഈ ബോളസിന് പിന്നീട് എന്താ സംഭവിക്കുക? അതിനെ പിന്നെ സ്റ്റൊമക്കിലോട്ട് ക്യാരി ചെയ്യും. എങ്ങനെയാണ് നമ്മുടെ ഈസോഫാഗസിലുള്ള ഫുഡ് സ്റ്റൊമക്കിൽ എത്തുന്നത്? അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ GIT, നമ്മുടെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലൊക്കെ ഉടനീളം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഈസോഫാഗസിലും നടക്കുന്നത്. സോ നമ്മുടെ ഈസോഫാഗസിൽ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് വഴിയാണ്. എന്താണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്? കോൺട്രാക്ടൈൽ റിംഗ് ആണ്. ഈ റിംഗ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? നമ്മുടെ ഈസോഫാഗസിലാണ് ഫോം ചെയ്യുന്നത്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം, അവിടെ മസിൽസ് ഉണ്ട്, സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ്. ഈ മസിൽസിന്റെ കോൺട്രാക്ഷൻ ആണ് ആക്ച്വലി ഈ നമ്മുടെ കോൺട്രാക്ടൈൽ റിംഗ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എന്ത് സംഭവിക്കും? ഒരു കോൺട്രാക്ടൈൽ റിംഗ് ഫോം ചെയ്യും. ആ റിംഗ് താഴോട്ട് ഇങ്ങനെ വേവ് ലൈക്ക് മൂവ്മെന്റ് നടത്തും, വേവ് പോലെയുള്ള ഒരു മൂവ്മെന്റ് നടത്തും. എങ്ങോട്ടേക്കാണ് നടത്തുക? മുകളിൽ നിന്നും താഴോട്ടേക്ക്, അതായത് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഡയറക്ഷനിലോട്ട് ഇങ്ങനെ റിംഗ് മൂവ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്, നമ്മുടെ ഈസോഫാഗസിൽ നടക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഭക്ഷണം എവിടെ എത്തുന്നത്? സ്റ്റൊമക്കിൽ എത്തുന്നത്. അപ്പോൾ ഗൈസ്, ചെറുപ്പം മുതലേ നമുക്കുള്ളൊരു ഡൗട്ടാണ്, നമ്മൾ തലകുത്തി നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്കാണ് പോവുക? അത് നമ്മുടെ വയറിലേക്ക് പോവോ എന്ന് നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പം നമ്മൾ തലകുത്തി നിന്നാലും എങ്ങനെ നിന്നാലും നമ്മൾ ഭക്ഷണം ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എത്തുന്നത് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് തന്നെയായിരിക്കും. അതിന് കാരണമെന്ന് പറയുന്നത് ഗ്രാവിറ്റി ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ ഫംഗ്ഷനിങ്, നമ്മുടെ ഈസോഫാഗസിന്റെ ഫംഗ്ഷനിങ്. പക്ഷേ എന്ത് ബേസ് ചെയ്തിട്ടാണ്? ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്, നമ്മുടെ ഈസോഫാഗസിന്റെ മസിൽസിന്റെ കോൺട്രാക്ഷൻ വഴിയാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി അങ്ങനെ ഈ ഫുഡ് നമ്മുടെ ഈസോഫാഗസിന്റെ ലോവർ എൻഡിലോട്ട് എത്തുമ്പം അവിടെ നമുക്ക് ഒരാളെ കാണാൻ പറ്റും. ആരാണത്? ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്ടർ. ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗാസ്ട്രോ ഈസോഫാഗൽ സ്ഫിങ്ക്ടർ. സോ സ്ഫിങ്ക്ടർ അല്ലെ, SPHINCTER, സ്ഫിങ്ക്ടർ. സ്ഫിങ്ക്ടർ എന്ന് പറയുന്നത് വോൾവ് ആണ്. ഈ വോൾവിന്റെ പ്രത്യേകത എന്താണ്? ഇവൻ ചെയ്യുന്നത്? ഇവൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റൊമക്കിലുള്ള കണ്ടൻസ് എങ്ങോട്ടേക്ക് വരാൻ പാടില്ല? ഈസോഫാഗസിലോട്ട് തിരിച്ചു വരാൻ പാടില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്ഫിങ്ക്ടർ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം, നമ്മുടെ സ്റ്റൊമക്കിൽ എന്താണുള്ളത്? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതുകൊണ്ട് തന്നെ pH കുറവാണ്. അപ്പോൾ അങ്ങനെ അസിഡിക് ആയിട്ടുള്ള മീഡിയം നമ്മുടെ ഈസോഫാഗസിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസോഫാഗസിന് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അവിടെ എന്ത് സംഭവിക്കും? അൾസറേഷൻ സംഭവിക്കും. സോ അതിൽ നിന്നൊക്കെ നമ്മുടെ ബോഡീനെ പ്രിവെന്റ് ചെയ്യാൻ, നമ്മുടെ ഈസോഫാഗസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു സ്ഫിങ്ക്ടർ വെച്ചേക്കുന്നത്. സോ ഈ ഒരു സ്ഫിങ്ക്ടർ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. എന്താണ് അതിന്റെ പേര്? ഗാസ്ട്രോ ഈസോഫാഗൽ സ്ഫിങ്ക്ടർ എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെ വിളിക്കുന്നത് ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്ടർ എന്നാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.